നമസ്കാരം. നാൾക്കുനാൾ ഇറാൻ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. പുതിയ നേതൃത്വം എത്തിയതോടെ യുദ്ധത്തിൽ നിന്നും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നയം എന്താണ് എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായി ഒരു നീണ്ട യുദ്ധത്തിനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നും ഇതുവരെ അത്യാധുനിക ആയുധങ്ങളൊന്നും തന്നെ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ യുദ്ധത്തിനായി ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ കാലം പ്രതിരോധിക്കുവാനും ആക്രമണാത്മക പ്രതിരോധം തുടരാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ എല്ലാ ആയുധങ്ങളും, അതായത് നൂതന ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യ ദിവസങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് പോകെ മാത്രമേ കൂടുതൽ മൂർധന്യമായ ആയുധങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ദുബായിലെ US എംബസിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. എന്നാൽ ഇറാന്റെ ആക്രമണ ശ്രമം ദുബായ് തകർത്തെറിയുകയായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി എന്തായാലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മകനായ മുജത്തബ ഖമേനിയാണ് തിരഞ്ഞെടുത്തത്. ഈ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തതിനു ശേഷമാണ് യുദ്ധനയം ഇറാൻ വ്യക്തമാക്കിയത്. അതായത് ചില ഇറാനിയൻ മാധ്യമങ്ങളാണ് പുതിയ നേതൃത്വത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഔദ്യോഗിക സ്ഥിരീകരണം എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കും വരെ 3 അംഗ സമിതിക്കാണ് ഭരണത്തിന്റെ ചുമതല എന്നായിരുന്നു പുറത്തുവന്ന ആദ്യ റിപ്പോർട്ടുകൾ. മതപണ്ഡിതൻ ആയത്തുള്ള അലി റിസ അറാഫിയെ 3 അംഗ പരമോന്നത സമിതിയിലേക്ക് ഇറാൻ നിയോഗിച്ചിരുന്നുവെന്നും, അതായത് ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ വാർത്തകൾ ഇറാൻ പുറത്തുവിട്ടതിനു ശേഷം ഭരണത്തിൽ മറ്റു പല കാര്യങ്ങളും കൊണ്ടുവരിക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ രീതി. എന്തായാലും പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, നീതിന്യായ പണ്ഡിതൻ ഗുലാം ഹുസൈൻ മുഹസ്നി ഇസൈ എന്നിവരാണ് മറ്റംഗങ്ങൾ. എന്തായാലും ആയത്തുള്ള അലി ഖമേനിക്ക് ജന്മസ്ഥലമായ മഷ്ഹദിൽ ഖബർ ഒരുക്കും. ഖമേനിയുടെ ജന്മസ്ഥലമാണ് മഷ്ഹദ്. സംസ്കാര തീയതി പിന്നീട് പ്രഖ്യാപിക്കും. 88 അംഗ സമിതിയാണ് ഇത് തിരഞ്ഞെടുത്തത്. അലി ഖമേനിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് 56-കാരനായ മുജത്തബ ഖമേനി. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്. സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം, രഹസ്യ അന്വേഷണം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവ പരമോന്നത നേതാവിന് കീഴിലാണ് നടക്കുക. ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം അധികാരമേറ്റെടുത്ത ആയത്തുള്ള റുഹുൽ ഖൊമേനിയായിരുന്നു ആദ്യ പരമോന്നത നേതാവ്. റുഹുല്ല ഖൊമേനിയുടെ പിൻഗാമിയായാണ് 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായി 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമേനി എത്തുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ബാസിജ് അർദ്ധസൈനിക സേന എന്നിവരാണ് ഖമേനിയുടെ പ്രധാന ശക്തി. മകൻ മോജ്തബ ഖമേനിയുടെ പിൻഗാമിയാകുമെന്ന സൂചനയുമുണ്ടായിരുന്നു. എന്നാൽ മോജ്തബയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. അധികാര കൈമാറ്റത്തിന് ശേഷം ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയേക്കാം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിലൂടെ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്ന മോഹം ട്രംപിന്റെ ഉള്ളിലുണ്ട്. എന്തായാലും US ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അഭിപ്രായപ്പെടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളിൽ പുറത്തു നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ ടെഹ്റാനാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം 1 ഡസനോളം രാജ്യങ്ങളിലെ സാധാരണക്കാരിൽ ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ചും UN വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധമേഖലയിലുടനീളം സാധാരണക്കാർക്ക് നൽകേണ്ടി വരുന്നത് തങ്ങളുടെ ജീവൻ തന്നെയാണ്. ആ സാധാരണക്കാർക്ക് ഭരണകൂടം ഒരു സംരക്ഷണവും നൽകുന്നതുമില്ല. ഇറാൻ, ലെബൻ, സിറിയ അധിനിവേശം, പലസ്തീൻ പ്രദേശം, ഇസ്രായേൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ സാധാരണക്കാരും ആക്രമിക്കപ്പെടുന്നു. ഇറാനിലും സമീപ രാജ്യങ്ങളിലും അടിയന്തര സാഹചര്യ പദ്ധതികൾ സജീവമാക്കിയിട്ടുണ്ട് എങ്കിലും ഇറാനിലെ അന്താരാഷ്ട്ര സംഘടനകളുടെ സാന്നിധ്യം പരിമിതമായിരിക്കുകയാണ്.